കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി. എല്ലാവർക്കും അറിയാൻ പറയണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ രേണു സുധി കൊല്ലം സുധി മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. ഇപ്പൊ അവരെ ഓരോ ഇന്റർവ്യൂകൾ കാണുമ്പോൾ അഹങ്കാരം കൂടിയില്ലേ എന്നൊരു സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്താവട്ടെ, അവർ ജീവിച്ച് പൊക്കോട്ടെ, അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ അവർ കഷ്ടപ്പെടുന്നുണ്ട്. അതിലൂടെ അവർ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നീ വലിയ കമന്റ് ഇടുന്നില്ലേ, നീ എനിക്ക് കൊടുന്നിരുന്നില്ലല്ലോ തിന്നാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് വരെ ഞാൻ കണ്ടു. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ചേച്ചി പിന്നെ പെങ്ങളെ അങ്ങനെയുള്ള ആളുകൾ കമന്റ് ഇടും. വൃത്തികേട് തെറിയ കമന്റ് ഇടുന്ന ആളുകളൊന്നും നോക്കണ്ട, നല്ലൊരു പണി കൊടുത്തു വെക്കും. അല്ലാത്തവരെ ഇപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു കാര്യം ഉണ്ടടാ, സുധിച്ചേട്ടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് തോന്നിയിട്ടുണ്ട്. മുല്ലപ്പൂങ്കൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. ഈ ഒരു സൗരഭ്യം ഒന്ന് കണ്ടു നോക്കൂ. അയ്യോ വായ കൊഞ്ചം മൂഡ്. അത് ഈ ഒരു മൂഡിനനുസരിച്ചിട്ട്, ഈ ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ട് അവർ മ്യൂസിക്കിൽ കൃത്യമായി വന്നിട്ടുണ്ട്.